നമസ്കാരം. നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം. ദേശാഭിമാനി 2025 ഓഗസ്റ്റ് 13 ബുധൻ. അഴിമതി വഴിയിൽ UDF. 9 വർഷമായി സംസ്ഥാന ഭരണത്തിൽ ഇല്ലാതിരുന്നിട്ടും UDF നേതാക്കൾ നടത്തിയ അഴിമതിയുടെ പുതുവഴികളും രീതിശാസ്ത്രവും ഏത് കൊള്ളക്കാരനെയും അതിശയിപ്പിക്കും. ലോകം നടുങ്ങിയ മുണ്ടക്കൈ ദുരന്തം പോലും കോൺഗ്രസും ലീഗും അഴിമതിക്ക് അവസരമാക്കി. അടിച്ചുമാറ്റൽ ഐക്യമുന്നണി. നിലയ്ക്കാതെ പ്രതിഷേധം. വോട്ട് മോഷണത്തിനെതിരെ ഇന്ത്യ. പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളും ബീഹാറിൽ തീവ്ര പുനഃപരിശോധനയിലൂടെ നടപ്പാക്കുന്ന വോട്ട് അട്ടിമറിയും ചോദ്യം ചെയ്ത് ചൊവ്വാഴ്ചയും പാർലമെന്റിൽ പ്രതിഷേധം ഇരമ്പി. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വിശ്വസ്തനായ ജ്ഞാനേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണമുന്നണിയുടെ സഖ്യകക്ഷി എന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് പ്രതിപക്ഷം. ബീഹാറിൽ പുനഃപരിശോധനയ്ക്ക് ശേഷം പുറത്തുവിട്ട കരട് വോട്ടർ പട്ടികയിലെ കൂടുതൽ പിശകുകൾ പുറത്തുവരികയും മരിച്ചുവെന്ന് മുദ്രകുത്തി വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത 2 പേർ സുപ്രീം കോടതിയിൽ നേരിട്ട് ഹാജരാവുകയും ചെയ്തതോടെ കമ്മീഷനും മോദി സർക്കാരും കൂടുതൽ പ്രതിരോധത്തിലായി. തൃശ്ശൂരിലെ അട്ടിമറിക്ക് വീണ്ടും തെളിവ്. തൃശ്ശൂർ എനിക്ക് തരണം, തൃശ്ശൂർ എനിക്ക് വേണം, തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുക. സുരേഷ് ഗോപിയുടെ ഡ്രൈവർക്കും RSS നേതാവിനും വ്യാജ വോട്ട്. സുഭാഷ് ഗോപിയുടെ കുടുംബത്തിന് ഇരട്ട വോട്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ കുടുംബത്തിന് പുറമെ ഡ്രൈവറും അനുയായിയും RSS നേതാവും തൃശ്ശൂരിൽ വോട്ട് ചേർത്തു. കൊല്ലം ഇരവിപുരം മണ്ഡലത്തിലെ വിജ്ഞാന ഭവൻ ബൂത്തിൽ വോട്ടുള്ള സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിയും ഭാര്യ റാണിയും തൃശ്ശൂർ BJP നേതാവിൻ്റെ വീടിൻ്റെ വിലാസത്തിൽ ബൂത്ത് നമ്പർ 115 ഭാരത് ഹെറിറ്റേജിൽ വീട്ട് നമ്പർ 10 219 വോട്ട് ചേർത്തത്. വോട്ട് ചെയ്ത ശേഷം ഇവർ മടങ്ങിപ്പോരുന്നു. തൃശ്ശൂർ പൂങ്കുന്നം ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റിലെ 4C വ്യാജ വോട്ട് ചേർത്ത അജയകുമാർ സുരേഷ് ഗോപിയുടെ ഡ്രൈവറാണ്. നിയമസഭാ വോട്ടർ പട്ടികയിൽ അജയകുമാറിന് വോട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലത്താണ്. അങ്ങനെ കോൺഗ്രസിന് ഒരു വ്യാജൻ, BJPക്ക് ഒരു വ്യാജൻ. കൊള്ളാം. വ്യാജൻ മാങ്കൂട്ടത്തിലും വ്യാജൻ സുരേഷ് ഗോപിയും. ഒരു ബൂത്തിൽ മാത്രം 53 കള്ളവോട്ട്. വോട്ടുകൾ നീക്കം ചെയ്യാനുള്ള BLOയുടെ അപേക്ഷ പരിഗണിച്ചില്ല. തൃശ്ശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്നത് വ്യാപക വോട്ട് ക്രമക്കേട്. പൂങ്കുന്നം ഹരിശ്രീ സ്കൂൾ 30-ാം നമ്പർ ബൂത്തിൽ മാത്രം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചേർത്തത് 53 കള്ളവോട്ട്. സുരേഷ് ഗോപിയുടെ ഡ്രൈവറുടേതടക്കം 9 കള്ളവോട്ട് ചേർത്ത പൂങ്കുന്നം ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റിൽ ഉൾപ്പെടുന്ന ബൂത്താണിത്. വോട്ടർ പട്ടികയിലെ വിലാസത്തിൽ ആളുകൾ താമസമില്ലെന്ന് BLO കണ്ടെത്തിയിരുന്നു. വ്യാജ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന് അപേക്ഷയും നൽകി. എന്നാൽ അപേക്ഷ കമ്മീഷൻ അവഗണിക്കുകയായിരുന്നു. പൂർണ്ണ വിലാസമില്ലാതെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയാണ് വോട്ടുകൾ ചേർത്തിട്ടുള്ളത്. ഡെപ്യൂട്ടി ഇലക്ഷൻ ഓഫീസർക്ക് LDF നൽകിയ പരാതിയിലും നടപടിയുണ്ടായില്ല. വോട്ടർ പട്ടികയുടെ തീവ്ര പരിശോധന കേസിന് ആധാരം കമ്മീഷനുള്ള വിശ്വാസക്കുറവ്. സുപ്രീം കോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന വോട്ടർ പട്ടികയുടെ തീവ്ര പുനഃപരിശോധനയിലുള്ള അവിശ്വാസമാണ് കേസിന്റെ ആധാരമെന്ന് സുപ്രീം കോടതി. തദ്ദേശ വാർഡ് പുനർവിഭജനം പൂർത്തിയായി. സംസ്ഥാനത്ത് 23,612 വാർഡുകൾ. ജില്ലാ പഞ്ചായത്തുകളിൽ ഇനി 346 വാർഡ്. 87 നഗരസഭകളിൽ 3,241. 6 കോർപ്പറേഷനുകളിൽ 421. 941 പഞ്ചായത്തുകളിൽ 17,337. 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 2,267. സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണം. തൃശ്ശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നടന്ന വോട്ട് ക്രമക്കേടിൽ കേന്ദ്രമന്ത്രിയും MP-യുമായ സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി തൃശ്ശൂരിൽ വോട്ട് ചേർത്തതുമായി ബന്ധപ്പെട്ട് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ നൽകിയ പരാതി പരിഗണിച്ചാണ് അന്വേഷണം.
രണ്ടാഴ്ചയ്ക്കുള്ളിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി തുടർ നടപടി സ്വീകരിക്കണമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ പറഞ്ഞു. തൃശൂർ ACP സലേഷ് N ചന്ദ്രനാണ് അന്വേഷണ ചുമതല. വ്യാജരേഖ ചമച്ച് വോട്ട് ചേർത്ത് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ പരിധിയിലുണ്ട്. സുരേഷ് ഗോപിയെ കൂടാതെ സഹോദരൻ സുഭാഷ് ഗോപി, മുക്കാട്ടുകര ബൂത്തിന്റെ ചുമതലയുള്ള BLO എന്നിവർക്കെതിരെയുമാണ് പരാതി. വിജിലൻസ് അന്വേഷണം വേണം. KT ജലീൽ. PK ഫിറോസിന് ആഡംബര വീടും വില്ല പ്രോജക്റ്റും. കുന്നമംഗലത്ത് ദേശീയപാതയോരത്ത് ലക്ഷങ്ങൾ വില വരുന്ന ഭൂമി സ്വന്തമാക്കി നിർമ്മിച്ചത് 1 കോടി രൂപയുടെ ആഡംബര വീട്. കോഴിക്കോട് ബ്ലൂഫിൻ വില്ല പ്രോജക്റ്റും ആരംഭിച്ചു. PK ഫിറോസിൻ്റെ എന്ന പാവപ്പെട്ട തൊഴിലില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ലീഗിനെ സേവിച്ച് അദ്ദേഹം ഈ പരുവത്തിലായി 1 കോടിയുടെ വീട്. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചത് വിജിലൻസ് അന്വേഷിക്കണമെന്ന് KT ജലീൽ MLA. കാര്യമായ വരുമാന മാർഗങ്ങളില്ലാത്ത ഫിറോസ് കുന്നമംഗലത്ത് ദേശീയപാതയോരത്ത് ലക്ഷങ്ങൾ വില വരുന്ന ഭൂമി സ്വന്തമാക്കി ആഡംബര വീട് പണിതു. കോഴിക്കോട് ബ്ലൂഫിൻ എന്ന പേരിൽ വില്ല പ്രോജക്റ്റും ആരംഭിച്ചു. ഇതിന്റെ സാമ്പത്തിക ഉറവിടം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വിജിലൻസിന് പരാതി നൽകിയതായി KT ജലീൽ. കേസ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. താൽക്കാലിക VC ഗവർണറുടെ വിജ്ഞാപനം റദ്ദാക്കണമെന്ന് സർക്കാർ. സുപ്രീം കോടതി നിർദ്ദേശം മറികടന്നും ചട്ടം ലംഘിച്ചും ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ താൽക്കാലിക VCമാർക്ക് പുനർനിയമനം നൽകിയ ഗവർണറുടെ വിജ്ഞാപനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. സർക്കാർ ശുപാർശ ചെയ്യുന്ന പട്ടികയിൽ നിന്നാവണം നിയമനം നടത്തേണ്ടതെന്ന സുപ്രീം കോടതി നിർദ്ദേശം ചാൻസലർ കൂടിയായ ഗവർണർ അട്ടിമറിച്ചുവെന്ന് സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിൽ വ്യക്തമാക്കുന്നു. സ്കൂൾ ആഘോഷ ദിനങ്ങളിൽ ഇഷ്ടവസ്ത്രങ്ങളാകാം. സ്കൂളുകളിലെ ആഘോഷ ദിനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം നിർബന്ധമാക്കില്ലെന്ന് മന്ത്രി V ശിവൻകുട്ടി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓണം, ക്രിസ്മസ്, റംസാൻ തുടങ്ങിയ ആഘോഷവേളകളിൽ കുട്ടികൾക്ക് ഇഷ്ടവസ്ത്രങ്ങൾ ധരിക്കാം. കുഞ്ഞുങ്ങളുടെ ആവശ്യപ്രകാരമാണ് തീരുമാനം. ഉത്തരവ് ഉടൻ ഇറക്കുമെന്നും മന്ത്രി പറഞ്ഞു. വെരി ഗുഡ്. BJPയെ പറഞ്ഞാൽ പൊള്ളുന്നത് ചില അച്ഛന്മാർക്ക്. പാമ്പ്ളാനി ജുബ്ബ ഇട്ട കുറേ യൂദാസുകൾ. CPIഎമ്മിനെ ആക്ഷേപിക്കുന്നത് സംഘപരിവാറിനെ പ്രീണിപ്പിക്കാൻ. ക്രൈസ്തവർ ആക്രമിക്കപ്പെട്ടപ്പോൾ കയ്യും കെട്ടി നോക്കിയിരുന്നവർ CPIഎമ്മിനെ വിമർശിക്കുന്നു. BJPക്ക് നന്ദി. BJPയുടെ ക്രൈസ്തവ വേട്ടയിൽ തരം പോലെ നിലപാട് മാറ്റുന്ന തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ളാനി CPIഎമ്മിനെ ആക്ഷേപിക്കുന്നത് സംഘപരിവാറിനെ പ്രീണിപ്പിക്കാൻ. ഛത്തീസ്ഗഡിലും മണിപ്പൂരിലും ക്രൈസ്തവർ ആക്രമിക്കപ്പെട്ടപ്പോൾ കയ്യും കെട്ടി നോക്കി നിന്നിട്ടാണ് ഇപ്പോൾ CPIഎം ഫാസിസ്റ്റ് നിലപാട് സ്വീകരിക്കുന്നതെന്ന് ആരോപിക്കുന്നത്. കലാപകാലത്ത് മണിപ്പൂർ സന്ദർശിച്ച് സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്താൻ മുൻനിരയിലുണ്ടായത് CPIഎം നേതൃത്വമാണ്. ദേശാഭിമാനി എഡിറ്റോറിയൽ. സർവകലാശാലകളിൽ ഗവർണറുടെ വിഭജന രാഷ്ട്രീയം വേണ്ട. സ്വാതന്ത്ര്യ സമരത്തിന് നേരെ പുറംതിരിഞ്ഞു നിന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ലജ്ജാകരമായ ചരിത്രം മറയ്ക്കാനും സ്വാതന്ത്ര്യ സമര ചരിത്രത്തെയും ഗാന്ധിജി അടക്കമുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെയും തമസ്കരിക്കാനുമാണ് RSS എന്നും ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമാണ് ആഗസ്റ്റ് 14 വിഭജന ഭീതി സ്മരണ ദിനമായി ആചരിക്കുക എന്ന ആശയം. താൻ സത്യപ്രതിജ്ഞ ചെയ്ത പ്രധാനമന്ത്രിയായി അധികാരമേറ്റ 2014 മെയ് 29 യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിനാചരണത്തിൻ്റെ അർത്ഥവും ആശയവും ചോർത്തിക്കളയുക എന്ന ലക്ഷ്യത്തോടെ 2021 സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ തന്നെ വിഭജന ഭീതി ദിനാചരണം സംബന്ധിച്ച പ്രഖ്യാപനവും നടത്തി. കേരളത്തിലെ സർവകലാശാലകളിൽ ഈ ദിനം ആചരിക്കണമെന്നാവശ്യപ്പെട്ടത് ഇപ്പോഴത്തെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വൈസ് ചാൻസലർമാർക്ക് സർക്കുലർ അയച്ചിരിക്കുന്നു. സംഘപരിവാർ അജണ്ട കേരളത്തിലെ സർവകലാശാലകളിൽ നടപ്പാക്കാൻ ചാൻസലർ എന്ന പദവി ദുരുപയോഗം ചെയ്യുന്ന ഗവർണറുടെ നടപടി അപലപനീയമാണ്, എതിർത്ത് തോൽപ്പിക്കപ്പെടേണ്ടതുമാണ്. വിദേശകാര്യങ്ങൾ നോക്കാതെ ഇന്ത്യയിലെ കാര്യം നോക്കൂ എന്ന് പറഞ്ഞ കോടതി CPIഎമ്മിൻ്റെ ഗാസയിലെ വംശഹത്യക്കെതിരെയുള്ള പ്രതിഷേധത്തെ അനുമതി നിഷേധിച്ച കോടതി ഇപ്പോൾ ഇതാ സമ്മതിച്ചിരിക്കുന്നു.
ഗാസയിലെ വംശഹത്യ CPIM-ന് മുംബൈയിൽ പ്രതിഷേധിക്കാൻ അനുമതി തന്നിരിക്കുന്നു. നിലപാട് മാറ്റിയെന്ന് ഹൈക്കോടതിയെ അറിയിച്ച് പോലീസ്. നിലപാട് ഇച്ചിരി പാടാണേ. ഗാസയിലെ ഇസ്രയേൽ വംശഹത്യക്കെതിരെ മുംബൈ ആസാദ് മൈതാനിയിൽ CPIM-ന് പ്രതിഷേധിക്കാൻ അനുമതി നൽകിയെന്ന് ബോംബെ ഹൈക്കോടതിയെ പോലീസ് അറിയിച്ചു. അനുമതി നിഷേധിച്ച പോലീസ് നടപടി ചോദ്യം ചെയ്ത് CPIM സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ട് ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് വ്യാപക വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് നടപടി. ഇന്ത്യയിലെ പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഗാസയിലേക്കുള്ള വിഷയങ്ങൾ ഉയർത്തുന്നത് ദേശസ്നേഹപരമല്ലെന്നുമുള്ള വിവാദ പരാമർശമാണ് അന്ന് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. ജഡ്ജിമാർ സ്വാതന്ത്ര്യ സമര ചരിത്രമെങ്കിലും വായിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി ഭരണഘടനാ വിരുദ്ധമായ നിരീക്ഷണങ്ങളെ പാർട്ടി പോളിറ്റ് ബ്യൂറോ രൂക്ഷമായി വിമർശിച്ചിരുന്നു. അനുമതി ആവശ്യപ്പെട്ട് വീണ്ടും പാർട്ടി ഹർജി നൽകി. തുടർന്നാണ് നിയമാനുസൃതമായി അനുമതി നൽകുന്നതെന്ന് ജസ്റ്റിസ് സുമരായ, രവീന്ദ്ര ഗുഗെ, ഗൗതം അൻഖാത്ത് എന്നിവരുടെ ബെഞ്ചിനെ പോലീസ് അറിയിച്ചത്. 20-ന് പകൽ 3 മുതൽ 6 വരെ ആസാദ് മൈതാനിയിൽ സമാധാനപരമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് CPIM-ന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ മിഹിർ ദേശായി കോടതിയെ അറിയിച്ചു. ഗാസയിൽ 67 പേർ കൂടി കൊല്ലപ്പെട്ടു. ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പാലസ്തീൻ പൗരന്റെ മൃതദേഹവുമായി ബന്ധുക്കൾ. ബീഹാറിലെ വോട്ടർ പട്ടികയുടെ പുനഃപരിശോധനയിൽ പുറത്തായവരെ കോടതിയിൽ ഹാജരാക്കി. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന BJP ഭരണം. കേരളത്തിൻ്റെ കടബാധ്യത കുറയുന്നെന്ന് കേന്ദ്രം. കടബാധ്യത കുറയുന്നെന്നും പറഞ്ഞ് കരയുന്നു. ഇതെന്തൊരു കേന്ദ്രം? കടബാധ്യത കുറയ്ക്കുന്നതിൽ തമിഴ്നാട്, മഹാരാഷ്ട്ര, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളെക്കാൾ മുന്നിലെന്ന് കേന്ദ്രം. ചൈനയുമായി കൂടുതൽ അടുക്കാൻ മോദി സർക്കാർ. നേരിട്ടുള്ള വിമാന സർവീസ് പുനരാരംഭിക്കും. ചൈനയിലേക്കും പാകിസ്ഥാനിലേക്കും 2 കണ്ണുമായി നിൽക്കുന്ന നമ്മുടെ പട്ടേലിൻ്റെ പ്രതിമ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ചൈനയുമായി കൂടുതൽ അടുക്കാൻ മോദി സർക്കാർ. നേരിട്ടുള്ള വിമാന സർവീസ് പുനരാരംഭിക്കാൻ തീരുമാനം. പ്രതികാര ചുങ്ക പ്രശ്നത്തിൽ അമേരിക്കയുമായുള്ള ബന്ധം വഷളായ സാഹചര്യത്തിൽ ചൈന, റഷ്യ, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളുമായി കൂടുതൽ അടുക്കാൻ മോദി സർക്കാർ ശ്രമം തുടരുന്നു. ചൈനയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ വൈകാതെ പുനരാരംഭിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ഗാൽവൻ താഴ്വരയിലെ സംഘർഷത്തെ തുടർന്ന് നയതന്ത്ര ബന്ധം ഉലഞ്ഞതോടെയാണ് ചൈനയിലേക്കുള്ള വിമാന സർവീസുകൾ ഇന്ത്യ നിർത്തിയത്. ഓപ്പറേഷൻ സിന്ദൂറിലെ റിപ്പോർട്ട്. ദ വയറിനെതിരെ രാജ്യദ്രോഹ കുറ്റം. അറസ്റ്റ് തടഞ്ഞ സുപ്രീം കോടതി.